ഈ ഒരു പ്രോബ്ലം, അതായത് മിക്കപ്പോഴും ഫസ്റ്റ് ഡിസ്കഷൻ്റെ സമയത്ത് തന്നെ മിക്ക ക്ലയൻസും പറയുന്ന ഒരു കാര്യമാണ്, തുടക്കത്തിലൊക്കെ ഒരുപാട് സെയിലുണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞ് വന്നു. നമ്മളത് കൂട്ടാൻ വേണ്ടി പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറി ട്രൈ ചെയ്തു, ഒരുപാട് ഏജൻസികൾ ട്രൈ ചെയ്തു നോക്കി, എന്നിട്ടൊന്നും അങ്ങോട്ട് സെയിൽ അപ്പ് ആവുന്നില്ല കാര്യം. പക്ഷേ നമ്മൾ ഇവരെക്കുറിച്ച് ഒരു നെക്സ്റ്റ് ലെവലിൽ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതായത് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നമ്മളൊരു പ്രോസസ്സ് അതാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിലെ മെജോറിറ്റി ആൾക്കാരും എല്ലാവരും പറയാൻ പറ്റില്ല, 2 റീസൺ കൊണ്ടാണ് അവർക്ക് സെയിൽ അപ്പ് ആവാത്തത്. ഒന്നുകിൽ ഇവരെ പ്രൊഡക്റ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ ഇവർ ആഫ്റ്റർ സെയിൽ സർവീസ് മോശമാണെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെടുത്ത് നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 50% കൂടുതൽ ആൾക്കാരെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യും. അതല്ല എങ്കിലും അഡ്വക്കേറ്റ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫാമിലിനെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് റെഫർ ചെയ്ത് തരിക, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ നമ്മളെ പ്രൊഡക്റ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതായത് പ്രൊഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന പ്രോമിസസോ കാര്യങ്ങളോ അവർക്ക് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ സെയിൽ സർവീസിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാതെ നമ്മൾ എത്ര മാർക്കറ്റിംഗ് ഏജൻസിയോ സ്ട്രാറ്റജിയോ ഒന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. സെയിൽ അപ്പ് ആണെങ്കിൽ ആദ്യം ഇത് പരിഹരിച്ചേ പറ്റുള്ളൂ.